ദിസ് ഇസ് ദ വീഡിയോ ഫ്രം ക്രേസി മാൾട്ട. ഞങ്ങൾ ഇന്നാണെങ്കിൽ എവിടെ പോവാ? മെലീഹ. നമ്മളിപ്പം രണ്ടാമത്തെ തവണയാ പോകുന്നത് അവിടെ. ഞങ്ങൾ ആദ്യം ഒരു തവണ പോയതാണ്, പക്ഷെ ഇത് രണ്ടാമത്തെ തവണ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടുകൂടി ഏതേലും പള്ളി പോണല്ലോ എന്ന് പറഞ്ഞ് അത് ചുമ്മായാ കേട്ടോ. അത് ചുമ്മാതെയാണ്. ഞങ്ങളുടെ ഇവിടെ തൊട്ട് താഴെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലാണ് ഞങ്ങളല്ല ചേച്ചി എപ്പോഴും എന്തിനാ മാസം കൂടാൻ പോകുന്നത്. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്കും പള്ളിയിൽ പോകാൻ തിരയായതുകൊണ്ട് ഞങ്ങളും പള്ളിയിൽ പോവുകയാണ്. ഇത് ശരിക്കും പ്രാർത്ഥിക്കാനും കൂടിയാണ് കേട്ടോ. പിന്നെ അതിന്റെ കൂടെ വേറെ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നതാണ്. നമുക്ക് നമ്മൾ വഴിയെ പറയുന്നതാണ്. ഞാൻ കുറെ നാളുകൊണ്ട് പറയുന്നുണ്ട് നമുക്ക് പല സ്ഥലങ്ങളും കാണാൻ പോവാന്ന്, പക്ഷെ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മളെ ഇന്ന് എന്തായാലും ഒരു വെറൈറ്റി ഉള്ള ഒരു ചർച്ചയിൽ ബസ് പോവോ? അപ്പൊ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. ബസ്സിൽ കയറി നമ്മൾ എന്താ മെലീഹയ്ക്ക് പോവുകയാണ് കേട്ടോ. ഈ ബസ് റൂട്ടിന്റെ കാര്യവും ബസ്സിന്റെ വിശേഷമൊക്കെ ഞാൻ ഇപ്പൊ വിളമ്പിടില്ല, നമ്മൾ പറഞ്ഞ് കൊളമാക്കേണ്ടെന്ന് വിചാരിച്ചാണ് പറയാത്തത്. അപ്പൊ നമുക്കിനി മെലീഹ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പങ്കിടാം. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ഒറ്റ അങ്ങ് ഫ്രണ്ടിൽ കയറി ചാടിയിരിക്കുകയാണ്. അപ്പൊ അവളെ കിട്ടൂല, അതുകൊണ്ട് ഓക്കെ. ഹായ്. അപ്പൊ വഴി കാണിക്കാൻ വന്ന രണ്ട് കുട്ടികൾ എന്റെ കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടെ പറഞ്ഞ് നമ്മളെ വഴി തെറ്റിച്ച് വഴിയിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ പൊരി വെയിലത്ത് കണ്ണുപോലും കണ്ടുവിടാതെ സ്റ്റെപ്പ് ഇറങ്ങിയത് എങ്ങോട്ടോ പോവേ, എങ്ങോട്ടൊന്നും അറിയാതെ പോവേണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഫ്രണ്ട് മിഥുനുണ്ടായിരുന്നു, അവനായിരുന്നു കറക്റ്റ് ഞങ്ങളുടെ വഴി കാട്ടി. ഈ രണ്ടിടത്തിനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോകുന്നത് എന്നെ വേണം ആദ്യം അടിക്കാൻ. അങ്ങനെ നമ്മള് നടക്കുകയാണ് കേട്ടോ. എന്തായാലും 2 സ്റ്റോപ്പ് അപ്പുറമാണ്, അപ്പൊ കുറച്ചു ദൂരം നടക്കണം എന്നേ ഉള്ളൂ. നല്ല വെയിലാണ്, മുട്ടം വെയിലാണ്, വെറും വെയിലല്ല, മുട്ടം വെയിലത്തൂടെ നമ്മളിതാ മെലീഹ ചർച്ചകളാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് വെയിൽ കൊണ്ട് നടക്കുകയാണ് കൊച്ചി ഇറക്കം കണ്ടപ്പോ ചാടി ഇറങ്ങി പറഞ്ഞു കേട്ടതും കോമഡി എന്താന്ന് വെച്ചാൽ വഴി തെറ്റിന്ന് ഇവർക്ക് അറിയാം, സ്റ്റോപ്പിലല്ലെന്ന് ഇവർക്ക് അറിയാം. എന്നിട്ട് ഞാനാണെങ്കിൽ തല തെറ്റി ചാടി ഇറങ്ങാൻ വന്നപ്പോ രണ്ടും കൂടി എന്റെ കൂടെ ചാടി ഇറങ്ങി. അതാണ് ഇവിടെ ഏറ്റവും വലിയ. ഞങ്ങൾ അത്ര അനുസരണയുള്ള കുട്ടികളാണ്. അങ്ങനെ ജയ്സ് വല്ലച്ചാതി നമ്മൾ മെലീഹ പള്ളിയുടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ആലോചിക്കുക എന്താന്ന്. ഇത് നമുക്ക് അവിടെ പ്രാർത്ഥന എഴുതിയിടണം. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറി മെഴുകുതിരി വാങ്ങി പ്രാർത്ഥന എഴുതുക കേട്ടോ. അപ്പൂപ്പനെ സോപ്പിട്ട് അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്നൊരു പേപ്പറും വാങ്ങി അതിൽ വെച്ച് ഒപ്പിച്ചു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞു ട്രാജഡി സംഭവിച്ചത്, മൈക്ക് ഓഫായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയേണ്ടി വരുന്നത്. ഇത് മെഴുകുതിരി ഇവിടെ നിന്ന് വാങ്ങിയത് €1 മെഴുകുതിരി. പിന്നെ ഇത് പ്രാർത്ഥന എല്ലാം എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ₹100 തുല്യമാണ് ഒരു മെഴുകുതിരിയുടെ വില. അപ്പോൾ ഇത് പ്രാർത്ഥന. അപ്പം നമുക്കിനി നമുക്കിതാ പള്ളിയിലോട്ട് തിരിച്ചു പോവാം. പോകുന്ന വഴിയിൽ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇത് പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലെത്തിയിട്ട്, പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മണ്ണ് വെട്ടി അങ്ങനെ, അതായത് മണ്ണിൻ്റെ അടിയിലാണ്. ഒത്തിരി ദൂരം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നാൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. മണ്ണ് വെട്ടി ഉണ്ടാക്കിയ, അതായത് അണ്ടർഗ്രൗണ്ടിലാണിത്. സ്റ്റെപ്പ് ഇറങ്ങി കുറേ താഴെ പോകുമ്പോൾ ശരിക്കും ഒരു പെയിൻറ്റിങ്ങോ ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ പ്രകൃതി സംരക്ഷിച്ചു കൊണ്ടിട്ടുള്ള ശരിയായ രീതിയിൽ അവരത് ചെയ്തിട്ടുള്ളതാണ്. എയർ സർക്കുലേഷനും അതിന് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. ഇവിടെ ശരിക്കും നാച്ചുറൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ കൊണ്ടുവയ്ക്കുന്ന മെഴുകുതിരിയുടെ വെട്ടവും മേളിലൊരു ചെറിയ ഒരു ഹോളുണ്ട്, അതിൻ്റെ ഒരു വെട്ടവും കൂടെയാണ് ഇതിനകത്താകെ ഉള്ള വെളിച്ചം. പക്ഷേ നമുക്കതൊരു ഇരുട്ടായിട്ട് തോന്നാറില്ല. കാര്യം എല്ലാവരും പ്രാർത്ഥനയോടെ എപ്പോഴും വന്നിരുന്ന്, അത് എപ്പോഴും ആൾക്കൂട്ടമുള്ളൊരു സ്ഥലമാണ് ഈ ഒരു മാതാവിൻ്റെ, അതായത് മണ്ണിനടിയിലുള്ള ഈ മാതാവിൻ്റെ രൂപക്കൂട്. ഇപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും അവിടെ സീറ്റിംഗ് ഒക്കെ ഉണ്ട്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, അവിടെ പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് മെഴുകുതിരി കത്തിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ എഴുതിയിടാനുള്ള ആ ഒരു സ്പേസ് ഉണ്ട് അവിടെ. ശരിക്കും ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും ആ അന്തരീക്ഷം അതായത് ഒരു ഫാനോ ഒരു AC-യോ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷേ നമുക്കൊരു മനസ്സിനൊരു കുളിർമ കേട്ടോ. ശരിക്കും പ്രാർത്ഥനയുടെ ഒരു മൂകതയാണ് അവിടെ. ബഹളവും ശബ്ദങ്ങളും, ഈ പുറത്തുള്ള തിരക്കുള്ള റോഡാണെന്ന് പോലും അറിയാത്ത രീതിയിൽ അത്രയും സൈലൻ്റാണ് ഇതിനകം. ഒത്തിരി ആൾക്കാർ വന്നു പോകുന്ന ഒരു ശബ്ദങ്ങളല്ലാതെ മറ്റൊന്നും നമുക്ക് ഇല്ല. ശരിക്കും ഞാനവിടെ മെഴുകുതിരി കത്തിച്ച് സമാധാനത്തോടെ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്, അവരും ഉണ്ട്, അപ്പുറം ഇപ്പുറം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാർ അവരുടെ ആവശ്യങ്ങളൊക്കെ എഴുതിയിടുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ മാത്രമല്ല, എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്.
ഇവിടെ ഉള്ളവരായിരുന്നാൽ പോലും പല വിശ്വാസത്തിൽ നിന്നുള്ള ആൾക്കാരായിരുന്നാൽ പോലും എല്ലാവരും വന്ന് അവരുടെ ആവശ്യങ്ങൾ, അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുട്ടി ഉടുപ്പൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തവരാണെങ്കിലും ആയിരിക്കും. പിന്നെ കുറച്ച് കാഴ്ച വസ്തുക്കളൊക്കെ ഇങ്ങനെ കവറിലാക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒത്തിരി പേര് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, അപ്പോൾ കേരളത്തിൽ നിന്ന് വന്നവർ എഴുതിയതായിരിക്കാം. ഇതാ ഞാൻ പറഞ്ഞില്ലേ ഹോൾ, അതുവഴി നല്ല വെളിച്ചം അകത്തോട്ട് വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഒരു പ്രകാശം തരും. പിന്നെ ഇത് നമ്മുടെ സ്റ്റെപ്പ് എൻട്രിയാണ്, അതിനകത്തുള്ള വെളിച്ചവും ഇതിനകത്ത് വരുന്നുണ്ട്. കല്ല് കൊത്തിയെടുത്തതായതുകൊണ്ടും തറ മാത്രം പിന്നെ അതെ അതൊരു ബ്ലോക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അതായത് വെള്ളമൊന്നും വീണാലും ഇങ്ങനെ നനഞ്ഞ് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലുള്ള ആ ഒരു ഇതല്ല. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് മേളിലോട്ട് കയറാം എന്നുള്ള പ്ലാനിങ്ങിൽ പതുക്കെ കറങ്ങി വരിക കേട്ടോ എല്ലാവരും കൂടെ. ഒത്തിരി ആൾക്കാർ വീണ്ടും കടന്നു വരുന്നുണ്ട്. ഓൾവേസ് എപ്പോഴും ആളുള്ള സ്ഥലമാണ്. അങ്ങനെ മെഴുകുതിരിയുടെ പ്രകാശവും കണ്ട് അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു സമാധാനത്തോടെ തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മാതാവിൻ്റെ പള്ളിയിൽ നിന്ന് തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ സ്റ്റെപ്പ് കയറി അങ്ങ് പോകണം. വിയർത്ത് കുളിച്ച് തളർന്നൊരു പരിവായിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി മേളിൽ വന്ന് പാർക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട്. എല്ലാവരും തളർന്നു നിൽക്കുന്ന ഒരു കോലമാണ് ഈ കാണുന്നത്. അപ്പോൾ മെലീഹയിലുള്ള ആ ഒരു അണ്ടർഗ്രൗണ്ട് പള്ളിയുടെ ആ ഒരു വിശേഷങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി പേർക്ക് അറിയാവുന്നൊരു പള്ളിയാണ്, പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ കൂടുതലും ക്രിസ്ത്യൻസ് ആയതുകൊണ്ടും ക്രിസ്ത്യൻ പള്ളികളും പ്രത്യേകിച്ച് മാതാവിൻ്റെ രൂപക്കൂടുതൽ മാത്രമേ കാണാനുള്ളൂ എല്ലായിടത്തും. അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ ബൈ.